58ാമത് മാന്നാർ മഹാത്മാഗാന്ധി ജലോത്സവം സെപ്റ്റംബർ 19-ന്. ജലോത്സവം നടക്കുന്നത് മാന്നാർ മഹാത്മാ വാട്ടർ സ്റ്റേഡിയത്തിൽ. കൊടിക്കുന്നിൽ സുരേഷ് MP പതാക ഉയർത്തും. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിശിഷ്ടാതിഥിയാകും. കൊല്ലം ഏഴംകുളം 15 ലിറ്റർ വിദേശ മദ്യവുമായി 2 പേർ അറസ്റ്റിൽ. അറസ്റ്റിലായത് പ്രദീപ്, സുരേന്ദ്രൻ പിള്ള എന്നിവർ. ഏരൂർ പോലീസ് പിടികൂടിയത് ഓണക്കാലത്ത് അനധികൃതമായി വിൽപ്പന നടത്താനായി ശേഖരിച്ച 35 കുപ്പി മദ്യം. ആലപ്പുഴ കുട്ടനാട് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഉപേക്ഷിക്കാനുള്ള സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് വള്ളംകളി സംരക്ഷണ സമിതി. വള്ളങ്ങൾക്കുള്ള ബോണസ് തുകയുടെ 50% അടിയന്തരമായി അനുവദിക്കണമെന്നും ആവശ്യം. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഉപേക്ഷിച്ചാൽ പല ക്ലബ്ബുകളും കടക്കണിയിലാകുമെന്നും ആശങ്ക. ആലപ്പുഴ നെടുമുടി ഹെൽത്ത് സെന്ററിൽ രോഗികൾക്ക് ലഘുഭക്ഷണം നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി ചെമ്പുപുറം ജനനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം NS കുഞ്ഞുമോൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഭക്ഷണ വിതരണം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ. കൊല്ലത്ത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. കലക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച റാലി KPCC ജനറൽ സെക്രട്ടറി പഴക്കുളം മധു ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാർക്ക് പരിഷ്കരണ കുടിശ്ശിക നൽകേണ്ട തുക വകമാറ്റി ദൂർത്തടിക്കുന്ന സർക്കാർ നയം അപലപനീയമാണെന്ന് KPCC ജനറൽ സെക്രട്ടറി ആരോപിച്ചു. എറണാകുളം മാഞ്ഞാലി പാലത്തിന് മുകളിൽ നിന്നും യുവാവ് പുഴയിൽ ചാടി. മക്കനായി സ്വദേശി അഭിജിത്താണ് പുഴയിൽ ചാടിയത്. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല. ആരോപണ വിധേയനായ MR അജിത് കുമാർ IPSനെ പിരിച്ചുവിടണമെന്നതടക്കം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ആം ആദ്മി പാർട്ടി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് ആം ആദ്മി പാർട്ടി യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ജിതിൻ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. DIG ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. എറണാകുളം നോർത്ത് പറവൂർ കുന്നുകരയിൽ വീട്ടുവളപ്പിൽ കഞ്ചാവ് ചെടി നട്ടു വളർത്തിയ യുവാവിനെ പിടികൂടി. പറവൂർ സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് പറവൂർ എക്സൈസ് പിടിയിലായത്. കോഴിക്കോട് തട്ടുകടയുടെ മറവിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിൽ. 1.15 കിലോഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. പിടിയിലായത് കൊടുവള്ളി മാനിപുരം സ്വദേശി നൌഷാദ് ഗുലാം. കോട്ടയം കാവുകണ്ടം സെന്റ് മരിയ ഗോരത്തി ഇടവകയുടെ നേതൃത്വത്തിൽ വിശുദ്ധ അൽഫോൺസയുടെ ഖബറിടത്തിലേക്ക് തീർത്ഥാടനം നടത്തി. ദിവ്യബലിയും നൊവേനയ്ക്കും വികാരി ഫാദർ സക്കറിയ വേഗത്താനം നേതൃത്വം നൽകി. കൊല്ലം കാരാളിമുക്കിൽ KSRTC ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്ക്. അമിത വേഗത്തിൽ വന്ന ബസ് വളവിൽ വെച്ച് സ്കൂട്ടറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. സ്കൂട്ടർ യാത്രക്കാരിയുടെ ജീവൻ രക്ഷപ്പെട്ടത് തലനാരിടയ്ക്ക്. കുടുംബശ്രീ അംഗങ്ങൾക്കും ലോ കോളേജ് വിദ്യാർത്ഥികൾക്കുമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സങ്കൽപ് ഹബ് ഫോർ എംപവർമെന്റ് ഓഫ് വുമൺ പരിപാടിയിൽ മറ്റ് മേഖലയിലെ സ്ത്രീകളും പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂർ ബാലസാഹിത്യ സമിതിയുടെ ഈ വർഷത്തെ ബാലസാഹിത്യ സമിതി അവാർഡുകൾ പ്രഖ്യാപിച്ചു. നോവൽ ചെറുകഥാ വിഭാഗത്തിനുള്ള PT ഭാസ്കര പണിക്കർ അവാർഡിന് EN ഷീജയുടെ അമ്മ മണമുള്ള കനിവുകൾ അർഹമായി. ശാസ്ത്ര സാഹിത്യ കൃതിക്കുള്ള കേശവൻ വള്ളിക്കുളങ്ങര അവാർഡ് കിഫു മേലാറ്റൂരിന്റെ പ്രകൃതി ഒരു പാഠശാല സ്വന്തമാക്കി. കവിതയ്ക്കുള്ള പുല്ലാർക്കാട്ട് ബാബു അവാർഡിന് ജോസ് പ്രസാദിന്റെ കളിവണ്ടിയും അർഹമായി. തൃശൂർ വെള്ളാംചിറ പൊരുന്തംചിറ ശുചീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരിസരവാസികളുടെ നേതൃത്വത്തിൽ കുളത്തിനരികിൽ പ്രതിഷേധ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. കുളത്തിലെ മലിനജലമാണ് ആളൂർ പഞ്ചായത്തിലെ 400ഓളം വീട്ടുകാർക്ക് ജലസേചന വകുപ്പ് വിതരണം ചെയ്യുന്നത്. തൃശൂർ പുതുമനശ്ശേരി ശ്രീ നരസിംഹ ക്ഷേത്രത്തിൽ നിന്ന് ദീപസ്തംഭം മോഷ്ടിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. അറസ്റ്റിലായത് പശ്ചിമബംഗാൾ സ്വദേശി മുഹമ്മദ് റൂബൽ ഖാൻ, അസം സ്വദേശി അനാമുൽ ഇസ്ലാം എന്നിവർ. കേരള ബാങ്ക് ലോൺ ആൻഡ് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ തൃശൂർ റീജിയണൽ ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ് സമരം ഉദ്ഘാടനം ചെയ്തു.